പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഈയൊരു നിശയുടെ നിശബ്ദതയിൽ ദിവ്യകാരുണ്യ അഭിഷേക ആരാധനയിലേക്കും വിടുതൽ ശുശ്രൂഷയിലേക്കും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ കരുതൽ നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ രാത്രിയിലെ ഒരു ചെറിയ ചിന്ത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും ചില കാര്യത്തിന് വേണ്ടി അടഞ്ഞു പോകും. ആ സമയത്ത് അടയാത്ത വാതിൽ എൻ്റെ ദൈവം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. അതങ്ങനെ ചിന്തിക്കണമെങ്കിൽ, കരുതണമെങ്കിൽ അടിയുറച്ച വിശ്വാസം, ജീവിക്കുന്ന ആശ്രയബോധം മനസ്സിൽ സൂക്ഷിക്കണം. സ്നേഹനാഥനായ ഈശോയെ, കരുതലോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിലും വിവിധ സ്റ്റേറ്റുകളിലും പ്രദേശങ്ങളിലും മുറികളിലും ഇരുന്ന് ഈ ആരാധനയിൽ ജീവിതം സമർപ്പിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, നിന്റെ ദിവ്യകാരുണ്യത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദൈവിക ആവിഷ്കാരം ദിവ്യകാരുണ്യത്തിലൂടെ നീ ഞങ്ങൾക്ക് വിളമ്പുമ്പോൾ, ഈ ഒരു വിശുദ്ധമായ പ്രാതലിൻ്റെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ, നീ ഇമ്മാനുവേലാണെന്ന് സ്വർഗം തുറന്ന് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് നീ പങ്കുവച്ചിരുന്ന സത്യം കരുതലിൻ്റെ, കരുണയുടെ, പ്രതീക്ഷയുടെ ഒരു ദൈവിക സാന്നിധ്യമാണ്. യേശു തമ്പുരാൻ എന്നുള്ള സത്യമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നിന്നെ കൂട്ടുപിടിച്ചാൽ നീ കൂട്ടായി നിൽക്കുന്നുണ്ടെന്നുള്ള ആഴമായ ബോധ്യവും ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 73 പുസ്തകത്തിലും, അത് നിങ്ങളെല്ലാവരും തന്നെ മരണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും ബൈബിള് ആരംഭം മുതൽ അവസാനം വരെ വായിക്കണം. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അതെ, അത് നമ്മളെ വലിയ ജീവിതത്തിൽ വലിയ വിളക്കായിരിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു സഞ്ചാരമാണ്. നൊമാഡിക് ജേർണി എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ഈ ഒരു ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു മരുഭൂമി യാത്രയാണ് നമ്മളേത്. പകൽ മേഘമായി രാത്രി അഗ്നിയായും മനുഷ്യരെ ദൈവം നയിച്ചല്ലോ. നമുക്ക് പകൽ മേഘമായി നിൽക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വചനം തന്നെയാണ്. രാത്രി അഗ്നിയായി നിൽക്കുന്നത് ദിവ്യകാരുണ്യമാണ്, ജപമാലയോടൊപ്പം. അത് നാം നിരന്തരം ദൈവം നമ്മുടെ കൂട്ടുപോകുന്ന അനുഭവമാണ്. ഈ ബൈബിളിൽ ചിലയിടങ്ങളിൽ പല ദൈവിക ആവിഷ്കാരം നടന്ന, മനുഷ്യൻ ദൈവത്തോട് സംസാരിച്ച, മനുഷ്യൻ ദൈവത്തെ തേടിയ ചില മലകളുണ്ട്. ഈ മലകളെ പറ്റി ഒരു ചെറിയ ചിന്ത നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ മലയും ഓരോ സന്ദേശം മനുഷ്യജീവന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അവസരത്തിൽ എന്നെ ഹൃദയസ്പർശിയാക്കിയ, അല്ലെങ്കിൽ എന്നെ സ്പർശിച്ച ഒരു മലയാണ് മോറിയ മല. അതിൻ്റെ എല്ലാ ചരിത്രവും നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊരു സംഭവം തന്നെയാണ്. ദൈവം ഇടപെട്ട ജീവിക്കുന്ന സംഭവം തന്നെയാണ്. അതായത്, മകനെ മലയുടെ മുകളിൽ വിറകടുക്കി എണ്ണയൊഴിച്ച് കൈയും കാലും കെട്ടി ഒരു പിതാവ് ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ ബലിയർപ്പിക്കുന്ന
ആ ഒരു സീൻ എല്ലാ മാതാപിതാക്കൾക്കും നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മളെ ഒരു നിമിഷം ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിശുദ്ധമായ സീനാണ്. ദൈവം ഇടപെട്ടതാണ്. മോറിയ മലമുകളിലേക്ക് വിറക് തലയിൽ കെട്ടിവെച്ച് കൊടുത്തിട്ട് മകൻ മുമ്പേ പോകുമ്പോൾ അപ്പൻ പിറകെ വരുന്ന സീൻ നമുക്കറിയാം. മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാം ഉണ്ടല്ലോ പപ്പ, പക്ഷേ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെ? പ്രിയപ്പെട്ടവരെ, അപ്പൻ പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും വലിയൊരു വെളിപാട് നൽകുന്ന സന്ദേശമാണ്. മകനെ, മലമുകളിൽ കുഞ്ഞാടുണ്ടാകും, ദൈവം തരും. ഈ ദൈവം തരുമെന്നുള്ള പ്രതീക്ഷ അത് നമ്മളെ ബലപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ അരിഷിതാവസ്ഥയിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ തോൽവിയിൽ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഓർക്കും, പൗരോഹിത്യവും സന്യാസവും കുടുംബജീവിതവും ഒരു പരിധിവരെ സംശയത്തിനും സന്ദേഹത്തിനും അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത അവസ്ഥയ്ക്കും എല്ലാ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും. നമ്മൾ ഒറ്റപ്പെടലുകൾ, ആഹാരമില്ലാത്ത അവസ്ഥ, ജീവിതം രുചികരമല്ല എന്ന് തോന്നുന്നത്, ഇഷ്ടങ്ങൾ നഷ്ടമാകുന്നത്, ഇവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ മഹാപിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തേണ്ടതാ. അതിപ്രകാരമാണ്, ദൈവം തരും. ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ 3 മതങ്ങളുടെയും പിതാവെന്ന് വിളിക്കുന്നത്. ഈ ദൈവം തരുമെന്ന് നമ്മൾ മാംസം ധരിക്കുന്ന ഒരു ചിന്തയാക്കി മാറ്റണം ജീവിതത്തിൽ. ഏത് പ്രതിസന്ധികളിലും ദൈവം ഇടപെടും, ദൈവം തരും. ഇത് നാം വിശ്വസിക്കണം. അതിന് ഈ ദൈവം തരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വെളിപാടാണ് ദിവ്യകാരുണ്യം. എല്ലാ മനുഷ്യരും ഇവിടെ, പ്രിയപ്പെട്ടവരെ, 4 വർഷമായി നിരന്തരമായി ആരാധന നടക്കുക, അത്ഭുതങ്ങൾ നടക്കുക, വെളിപാടുകൾ നൽകുക, സന്ദേശങ്ങൾ നൽകുക. അവരോട് പറയുന്നത് എന്താണെന്നറിയോ? വിഷമിക്കരുത്, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായത് നൽകിയിരിക്കും. ദൈവം തരും. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഈ അവസരത്തിൽ ദൈവം തരുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും വേദനകളിലൂടെയും സന്ദേഹങ്ങളിലൂടെയും സംശയത്തിലൂടെയും വിശ്വാസക്കുറവിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും വീടില്ലാത്ത അവസ്ഥയിലൂടെയും ദാമ്പത്യ ജീവിതം തകർന്ന അവസ്ഥയിലൂടെയും തൊഴിലില്ലാത്തതിനെ പറ്റി നിരാശപ്പെട്ട് നടക്കുന്നവരെ, എങ്ങനെ രക്ഷയില്ല എന്ന് കരുതുന്നവരെയൊക്കെ ഞാൻ പ്രത്യേകം ദിവ്യകാരുണ്യ ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. ഈ ദൈവത്തിൻ്റെ ഡെയിലി ബ്രെഡിലേക്ക് ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ നിരന്തരം ദൈവം നമുക്ക് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്തു നൽകിക്കൊണ്ടിരിക്കുന്നു? ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറമെന്നുള്ള ആ ഗാനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. കർത്താവായ ഈശോ, ഈ നിമിഷം ആ പാട്ടിൻ്റെ ഈരടിയാണല്ലോ നിൻ്റെ ജീവിതം മുഴുവനും. കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ട്, നിൻ്റെ ജീവിതം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കാർമേഘത്തിനപ്പുറം ഒരു നല്ല മഴ പെയ്യും. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗം തുറക്കണമേ ഞങ്ങൾക്ക് വേണ്ടി. ദൈവം തരുമെന്നുള്ള ആഴമായ ജീവിത ബോധ്യത്തിൽ ജീവിക്കാൻ നിങ്ങളെല്ലാവരും വിശ്വസിക്കണം. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എന്ത് ചോദിച്ചാലും നൽകുമെന്ന്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആവിഷ്കാര വേളയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുമെന്ന് സൃഷ്ടിപരമായി വചനത്തിലൂടെ, ഈ കണ്ണുകളിലൂടെ, ഈ ഹൃദയത്തിലൂടെ ഈശോ പ്രഘോഷിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മനസ്സിൻ്റെ ഇരുട്ട് മാറ്റിത്തരണമേ, വിശ്വാസക്കുറവ് മാറ്റിത്തരണമേ, പ്രതീക്ഷക്കുറവ് മാറ്റിത്തരണമേ. നീ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് അനുദിനം നൽകിക്കൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ നൽകുമെന്നുള്ള ആഴമായ ബോധ്യം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കട്ടെ കർത്താവേ. ഈ ദേവാലയത്തിൽ നിരന്തരമായി പ്രാർത്ഥനയ്ക്കെത്തുന്നവരെ, ഇന്ന് വന്നവരെ, ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ പ്രഭയിലായിരിക്കുന്ന ഓരോരുത്തരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ മക്കളെയും, ജീവിത പങ്കാളികളെയും, മാനസിക സംഘർഷങ്ങളെയും, ദാരിദ്ര്യത്തെയും, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവരെ ആത്മഹത്യക്ക് പറഞ്ഞു വിടരുതേ. പൈശാചികതയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വിട്ടുപോകട്ടെ. യേശു നാമത്തിലെല്ലാം വിട്ടുപോകട്ടെ കർത്താവേ. പൈശാചികതയെ ബന്ധിക്കുന്നു. സഭയെ നവീകരിക്കണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, തകർച്ചയിലായിരിക്കുന്നവരെ രക്ഷിക്കട്ടെ. ഒരു നിമിഷം ദിവ്യകാരുണ്യത്തിലൂടെ ആ പിതാവ് പറഞ്ഞ കാര്യം
ദൈവം തരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. പ്രതീക്ഷയോടെ ഈ ദിവികാരുണ്യത്തിൻ്റെ ഈ തറയിൽ ഈ വിശുദ്ധമായ ബലിപീഠത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ അർപ്പിക്കുന്ന ബലികളോട് ചേർത്ത് വെച്ച് ആരാധന, നിത്യാരാധന ചാപ്പലുകളിലെ വിളിയുടെ ആ ബലത്തിൻ്റെ ശക്തിയാൽ പൊന്നുതമ്പുരാനെ സ്വർഗം തുറന്നിറങ്ങണമേ. കുഞ്ഞാടിനെ നൽകിയ ആ വലിയ സത്യം തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും നിങ്ങളിൽ വന്ന് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.